IPL മാച്ച് നമ്പർ 11 ഇന്നലെ അവസാനിച്ചപ്പോൾ ടൂർണമെന്റിലെ ആദ്യ വിജയം രാജസ്ഥാൻ നേടുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഈ മത്സരത്തിന്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഇതുപോലെ കൂടുതൽ IPL വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്നലെ ടോസ് ലഭിച്ച CSK ബൗളിംഗ് തിരഞ്ഞെടുത്തപ്പോൾ ആദ്യ ഓവറിൽ തന്നെ ജയ്സ്വാളിനെ പുറത്താക്കിയ ഒരു നല്ല സ്റ്റാർട്ടായിരുന്നു ടീമിന് കിട്ടിയത്. എന്നാൽ രണ്ടാം ഓവർ മുതൽ യാതൊരു ഡിസിപ്ലിനും ഇല്ലാതെ CSK ബൗളിംഗ് ചെയ്യാൻ തുടങ്ങിയതോടെ രാജസ്ഥാൻ തകർത്തടിച്ച് മുന്നേറുകയാണ് ചെയ്തത്. ഓവർട്ടണെയും അശ്വിനെയും നന്നായി റൺ അറ്റാക്ക് ചെയ്തപ്പോൾ 79 ആയിരുന്നു ആദ്യ 6 ഓവറിൽ രാജസ്ഥാൻ നേടിയത്. പവർ പ്ലേ കഴിഞ്ഞ് സഞ്ജു ഔട്ടായെങ്കിലും റാണ അസോൾട്ട് അതുപോലെ തന്നെ തുടർന്നു. ഒടുവിൽ 12-ാം ഓവറിൽ 36 പന്തിൽ 81 നേടി റാണയുടെ അടി നന്നായി കൊണ്ട് അശ്വിൻ തന്നെയാണ് താരത്തെ പുറത്താക്കിയത്. റാണ പുറത്തായതിനു ശേഷം ഒരു കൊളാപ്സ് ആയിരുന്നു 6 നിരയിൽ കണ്ടത്. 3 റൺസിൽ നിൽക്കുമ്പോൾ ഓവർടൺ നഷ്ടപ്പെടുത്തിയ ഹെഡ്മാരുടെ ക്യാച്ച് ഗെയിമിന്റെ എൻഡ് റിസൾട്ട് നോക്കുമ്പോൾ വളരെ കോസ്റ്റ്ലിയായി തന്നെ കാണപ്പെട്ടു. 6 റൺസിന് CSK തോറ്റ മത്സരത്തിൽ അവസാന ഓവറിൽ ഒരു 6 അടക്കം ടോട്ടൽ 19 റൺസായിരുന്നു ഹെഡ്മയർ നേടിയത്. കഴിഞ്ഞ മത്സരത്തെ അപേക്ഷിച്ച് മാച്ചപ്സ് ഗായ്ക്വാഡ് ബെറ്ററായി തന്നെ യൂസ് ചെയ്തിരുന്നു. റാണ ക്രീസിലുണ്ടായിരുന്ന സമയത്ത് ജഡേജയെ പന്തെറിയിക്കാനേ താരം കൊണ്ടുവന്നിരുന്നില്ല. എങ്കിലും പവർ പ്ലേയിൽ അശ്വിന് പന്ത് കൊടുക്കുന്നതിന് പകരം പതിരാനയെ കൊണ്ടുവരുന്നതായിരുന്നു ബെറ്റർ എന്ന് മത്സരം കണ്ടപ്പോൾ തോന്നിയിരുന്നു. പവർ പ്ലേയിൽ ഓവറോൾ വളരെ മോശം ബൗളിംഗ് ആയിരുന്നു ഓവർട്ടണും അശ്വിനും നടത്തിയത്. ബേസിക്കലി ക്രീസിലേക്ക് ഇറങ്ങി നിന്ന് ഷോർട്ട് ലെങ്ത് ഡെലിവറി ആന്റിസിപ്പേറ്റ് ചെയ്ത് നിൽക്കുന്ന റാണയ്ക്ക് എക്സാക്ട്ലി അത് തന്നെ എറിഞ്ഞു കൊടുത്തായിരുന്നു ഓവർട്ടൺ തല്ലു വാങ്ങിക്കൊണ്ടിരുന്നത്. പേസ് മിക്സ് ചെയ്യാനോ സ്റ്റമ്പിനെ അറ്റാക്ക് ചെയ്യാനോ താരം നോക്കുന്നില്ലായിരുന്നു. ആദ്യ 2 മത്സരങ്ങളിലും റാണയുടെ യൂഷ്വൽ നമ്പർ 3 ബാറ്റിംഗ് പൊസിഷൻ അദ്ദേഹത്തിന് കൊടുക്കാതെ പരാഗിനെയായിരുന്നു RR മൂന്നാമതായി ഇറക്കിയിരുന്നത്. എന്നാൽ ഇന്നലെ അത് മാറ്റിയപ്പോൾ റാണ കളിക്കുകയും ചെയ്തു. പരാഗും അനാവശ്യമായി വിക്കറ്റ് വലിച്ചെറിയാതെ ഇന്നലെ റെസ്പോൺസിബിളായി തന്നെ കളിച്ചിരുന്നു. മറുപടി ബാറ്റിംഗിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മെയ്ഡൻ ഓവർ വിക്കറ്റുമായി ആർച്ചർ ആദ്യ ഓവർ തുടങ്ങിയപ്പോൾ ദേശ്പാണ്ഡെയെ പവർ പ്ലേയിൽ ആദ്യമായി ഈ സീസണിൽ രാജസ്ഥാൻ ഉപയോഗിച്ചിരുന്നു. രാജസ്ഥാന്റെ കഴിഞ്ഞ മത്സരത്തിന്റെ റിവ്യൂവിൽ ഈ സെയിം കാര്യം ഞാനും പറഞ്ഞിരുന്നു. ഗായ്ക്വാഡും ത്രിപാഠിയും റൺസ് എടുക്കാൻ കഷ്ടപ്പെട്ടപ്പോൾ 42-1 എന്ന നിലയിലാണ് CSK പവർ പ്ലേ അവസാനിപ്പിച്ചത്. ഒരു ഘട്ടത്തിൽ 3.4 ഓവറിൽ 8 റൺസായിരുന്നു അവർക്കുണ്ടായിരുന്നത്. പവർ പ്ലേയിൽ തന്നെ ഒരു പവർഫുൾ സ്റ്റാർട്ട് കിട്ടാതെ പോയതോടെ CSKയുടെ ചേസും ബേസിക്കലി എങ്ങും എത്താതെ പോവുകയാണ് ചെയ്തത്. തോറ്റത് 6 റൺസിനാണ് എന്ന് പറയാമെങ്കിലും മത്സരത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലും CSK റിക്വയർഡ് റൺ റേറ്റ് കീപ്പ് ചെയ്യുകയോ ടീം വിജയിക്കും എന്നൊരു തോന്നൽ ഉണ്ടാവുകയോ ചെയ്തിരുന്നില്ല. ഗായ്ക്വാഡ് മാത്രം ഒരറ്റത്ത് നിന്ന് കളിച്ചപ്പോൾ മിഡിൽ ഓർഡറിന്റെ കയ്യിൽ നിന്നും കാര്യമായ സപ്പോർട്ട് കിട്ടിയില്ലായിരുന്നു. കൃത്യമായ ഗ്യാപ്പിൽ വിക്കറ്റ് കൂടി പോയതോടെ ഒരു ധോണി മാജിക്ക് ലാസ്റ്റ് വന്നാൽ മാത്രമേ വിജയിക്കൂ എന്ന നിലയിലേക്കാണ് മത്സരം പോയത്. എന്നാൽ അത് നടക്കാതെ പോയതോടെ CSK തുടർച്ചയായ 2ാം പരാജയം ഏറ്റുവാങ്ങി. ജാമി ഓവർട്ടണെ പോലെ T20യിൽ 158 സ്ട്രൈക്ക് റേറ്റ് ഉള്ള ഒരു പിഞ്ച് ഹിറ്റർ ടീമിലുണ്ടായിട്ടും എന്തുകൊണ്ട് താരത്തെ പ്രൊമോട്ട് ചെയ്ത CSK മിഡിൽ ഓവേഴ്സിൽ വിട്ടില്ല എന്നത് ക്വസ്റ്റ്യനബിൾ ആയി തോന്നിയ ഒരു കാര്യം തന്നെയാണ്. 2 ടീമും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് പവർ പ്ലേയിലെ ബാറ്റിംഗ് തന്നെയായിരുന്നു. ഇൻഫോം ആയ ഒരു പവർഫുൾ ഹിറ്ററെ CSK ഓപ്പണിംഗിൽ ഇറക്കുന്നില്ല എങ്കിൽ ബിഗ് ചേസ് വരുന്ന മത്സരങ്ങളിൽ ഇതുപോലെ തന്നെ സ്വന്തം കുഴി അവർ തന്നെ തോണ്ടുന്ന നിലയിലാണ് ബാറ്റിംഗ് ഇരിക്കുന്നത്. രാജസ്ഥാനെ നോക്കിയാൽ പവർ പ്ലേയിൽ സ്പിൻ കൊടുക്കാതിരുന്നത് വളരെ നല്ല തീരുമാനമായി തന്നെ ഇന്നലെ തോന്നിയിരുന്നു. തീക്ഷ്ണ പവർ പ്ലേയിൽ കഴിഞ്ഞ മത്സരത്തിൽ ഇതുപോലെ വന്നിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഗായ്ക്വാഡ് താരത്തെ ടാർഗറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടായിരുന്നു. ഹസിരംഗ, തീക്ഷ്ണ തുടങ്ങി 2 പേരെയും പരാഗ് വളരെ മികച്ച രീതിയിൽ തന്നെ ഇന്നലെ ഉപയോഗിച്ചിരുന്നു. എപ്പോഴൊക്കെ ചെറുതായി CSK അറ്റാക്ക് ചെയ്യാൻ നോക്കിയോ അപ്പോഴൊക്കെ ഹസിരംഗയെ കൊണ്ടുവന്ന ഒരു വിക്കറ്റും താരത്തിന് കിട്ടുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 2 ഗെയിമിലും പവർ പ്ലേ കഴിഞ്ഞ് അടിവാങ്ങിയ ആർച്ചറെ ഡെത്തിൽ പന്തെറിയിക്കാൻ കൊണ്ടുവരാതിരുന്നതും ഒരു നല്ല തീരുമാനമായി തോന്നിയിരുന്നു. ഏറ്റവും അവസാനമായി മത്സരത്തിന്റെ സ്കോർ കാർഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ടോസ് നഷ്ടപ്പെട്ട ബാറ്റിംഗിന് ഇറങ്ങിയ രാജസ്ഥാൻ നിതീഷ് റാണയുടെ പിൻബലത്തിൽ 182 നേടിയത്. മറുപടി ബാറ്റിംഗിൽ ഗായ്ക്വാഡ് പൊരുതി നോക്കിയെങ്കിലും 6 റൺസിന് CSK തോക്കുകയാണ് ചെയ്തത്. റാണ തന്നെയാണ് കളിയിലെ താരം.